നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസു ദഅവത്തിൻ മുസ്തജാബ, 3 പ്രാർത്ഥനകൾ ഉത്തരം ലഭിക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ദഅവത്തുൽ വാലിദി അലൽ വലദി, മാതാപിതാക്കൾ മക്കൾക്ക് എതിരായി ദുആ ചെയ്താലും അനുകൂലമായി ദുആ ചെയ്താലും അത് അല്ലാഹു സ്വീകരിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 2 ദുആയും സ്വീകരിക്കും. എതിരായി ദുആയിരുന്നാലും അച്ചട്ടാണ്, അനുകൂലമായി ദുആയിരുന്നാലും രക്ഷയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാപ്പാടെ ഉമ്മാടെ ദുആ വാങ്ങിച്ചോ ഉയർച്ച ഉണ്ടാവും. വദഅവത്തുൽ മുസാഫിരി, ഈ ഹലാലായ യാത്ര ചെയ്യുന്ന വ്യക്തിയുടെ പ്രാർത്ഥന ഇജാബത്താണ്, ഇജാബത്താൻ. ഹജ്ജിന് പോകുന്നവർ അവരെ കൊണ്ട് നമ്മൾ ദ്വാരപ്പിക്കാം, ദ്വാ ചെയ്യിപ്പിക്കാം. നമുക്ക് വേണ്ടി ദ്വാരക്കണം. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്നവർ അവരെ കൊണ്ട് ദ്വാരപ്പിക്കാം. ഭയങ്കര കൂലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. اللهم اغفر للحاج ولمن يستغفر له الحاج. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, നീ ഹാജിമാർക്ക് മുഴുവനും പുറത്തു കൊടുക്കണേ അല്ലാഹ്. വലിമൻ യസ്തഗ്ഫിറു ലഹുൽ ഹാജ്, ഹജ്ജ് ചെയ്ത് മടങ്ങി വന്ന ഹാജിമാർ ഏതൊക്കെ വ്യക്തികൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു അവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഹജ്ജ് കഴിഞ്ഞ് വരുന്നവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം? ദ്വാരപ്പിക്കണം. ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ ഓൻ ഇങ്ങോട്ട് ഈത്തപ്പഴം സ്വന്തമുള്ളതായിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കല്ല വേണ്ടി. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് അവര് നമ്മളെ കണ്ട് പൊരുത്തപ്പെടിച്ച് പോയി. നമ്മളെപ്പോഴും ദ്വാരക്കാൻ പറയാൻ മടിക്കരുത്, ദ്വാരക്കാൻ പറയണം. തിരിച്ചു വന്നു കഴിയുമ്പോൾ ഓരോ ഈത്തപ്പഴമായിട്ട് ഇങ്ങോട്ട് വരട്ടെ, അങ്ങനെയല്ല വേണ്ട. ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ അവർക്ക് ഡിമാൻഡ് കൂടി, പവർ കൂടിയിരിക്കാൻ നമ്മൾ അങ്ങോട്ട് പോകണം. എന്നിട്ട് അവരെ കണ്ട് 40 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യിക്കണം? ദ്വാ ചെയ്യിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് പോയിട്ടില്ലേ? ഇന്ന് എനിക്ക് വൈകിട്ട് കടക്കാൻ സൗകര്യം ചെയ്ത മൈദിനാജിയുടെ മകൻ ഷരീഫ്, അവര് കുടുംബങ്ങളൊക്കെ പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? അങ്ങോട്ട് പോകണം. നമുക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് പറയണം. അതിനൊന്നും ഒരു മടിയും വെക്കണ്ട. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം എന്തുകൊണ്ട്? അവരുടെ ദുആഇന് വലിപ്പം കൂടുതലാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, അവർ നിസാരക്കാരല്ല, നിസാരക്കാരല്ല. മൻ മാത അഖീബ റമളാൻ ഔ അഖീബ ഉസ്വിൻ ഔ അഖീബ ഹജ്ജിൻ മാത ഷഹീദാ. പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞാലുടനെയോ, ഇസ്ലാമിക ധർമ്മസമരം കഴിഞ്ഞാലുടനെയോ, വിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് മടങ്ങി വരുന്ന വഴിയിലോ അല്ലെങ്കിൽ നാട്ടിലെത്തിയിട്ടുടനെയോ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി മരണം വരിച്ചാൽ അവന് ഷഹീദിന്റെ കൂലിയുണ്ട് എന്നും ഹബീബുനാ റസൂലുള്ളാഹി. ഹദീസാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസാരക്കാരല്ല. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി നാട്ടിലെത്തി മരണം വരിച്ചു. മരിച്ചു അല്ലേ, എന്തൊരു കഷ്ട. ഒരു കഷ്ടവും ഇല്ല, ഷഹീദിന്റെ കൂലിയാണ് ഹബീബ് റസൂലുള്ളാഹി. റമദാൻ കഴിഞ്ഞു, റമദാന് മുഴുവനും നല്ല സുഹൃതമൊക്കെ അനുഷ്ഠിച്ചു. റമദാൻ കഴിഞ്ഞ ഒരു വ്യക്തി അങ്ങ് മരണപ്പെട്ടു, ഷഹീദിന്റെ കൂലിയാണ് ഹബീബ് റസൂലുള്ളാഹി. ഇസ്ലാമിക ധർമ്മസമരത്തിൽ പങ്കെടുത്തു, യാതൊരുവിധ കേടുപാടുമില്ലാതെ തിരിച്ചു വന്നു. ധർമ്മസമരമൊക്കെ കഴിഞ്ഞു വന്നതാണ്. പിന്നെ അദ്ദേഹം അങ്ങ് മരണപ്പെട്ടു പോയി. ഉടനെ തന്നെ വൈകാതെ അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലിയുണ്ട് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ്. അവർക്കുള്ള പവർ മറക്കണ്ട, നിസ്സാരക്കാരല്ല. അതുകൊണ്ട് അങ്ങോട്ട് എന്ന് എന്ത് ചെയ്യണം? ദ്വാരപ്പിക്കണം. ദ്വായിന് വലിയ ഇജാബത്താണ്. കാരണം ഹലാലായ യാത്ര കഴിഞ്ഞു വരുന്നവരാണ്. അല്ലാഹു കബൂലാക്കട്ടെ. വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന ഇജാബത്താണ്. ഇന്ന് ഇന്ത്യ, സമകാലിക ഇന്ത്യൻ സാഹചര്യം എന്ന് പറയുന്നത് ആക്രമിക്കപ്പെടുന്ന ആളുകൾ ധാരാളം കൂടി വരുന്ന ഘട്ടമാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം യുപിയിൽ ഒരു സഹോദരനെ നിന്റെ പേര് മുഹമ്മദ് അല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വട്ടം കൂടി അദ്ദേഹത്തെ കമ്പും മറ്റു സാധനങ്ങൾ കൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ അടിച്ചു പരിക്കേൽപ്പിച്ച് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അവസാനം അദ്ദേഹത്തിന്റെ ID കാർഡ് പരിശോധിച്ചപ്പോൾ ഭൻവർലാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മുസ്ലിമേ അല്ല, ജൈന മതക്കാരനായിരുന്നു.
മുഹമ്മദ് എന്നാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേരുള്ള വ്യക്തിയാണോ കൊല്ലപ്പെടണമെന്നുള്ള ചിന്തയിൽ ഇത്തരത്തിലുള്ളതാകുന്ന നീചമായ പ്രവർത്തനങ്ങളുമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ അറിയാതെ പോകരുത്. പല ഫലങ്ങളിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വല്ലാതെ കൂടി വരികയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള ആളുകളുടെ ദുആ ഭയക്കണം നമ്മൾ. ആരുടെ ദുആ? ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അവനെങ്ങാനും കൈ ഉയർത്തി നമുക്കെതിരിൽ ദുആ ചെയ്താൽ, ആ അക്രമികൾക്കെതിരിൽ ദുആ ചെയ്താൽ ഉറപ്പായും അല്ലാഹു സ്വീകരിക്കുമെന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി. ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന പേടിക്കണേ ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതിൽപ്പെട്ടതാണ് വാപ്പാടെ ഉമ്മാടെ ദുആ. അല്ലാഹ് അനുകൂലമായി കിട്ടിയാൽ രക്ഷപ്പെട്ടു, പ്രതികൂലമാണോ എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാതാപിതാക്കളെ നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. നിങ്ങൾ ഉസ്താദുമാരെ കൊണ്ട്, ആലിമീങ്ങളെ കൊണ്ട്, മഹല്ലത്തിൽ, പള്ളികളിൽ ഒക്കെ നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അല്ലാഹു എന്റെ മക്കളെ ഒന്ന് സാലിഹാക്കിത്താ എന്ന് ചോദിക്കാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അത് മറക്കരുതെന്നായി പറഞ്ഞു. നിങ്ങളൊന്ന് ദുആ ചെയ്യുന്നേ, ഉറപ്പായിട്ട് ഇജാബത്ത് കിട്ടും. ഈ മറക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാരോട് ഇതാ പറയാനുള്ളത്, നിങ്ങളൊന്ന് ദുആ ചെയ്യ്, മക്കൾക്ക് വേണ്ടി ഉറപ്പായിട്ടും ഇജാബത്താണ്. കണ്ടോ, വാപ്പാമാര് ദുആ ഇരുന്നപ്പോ മക്കളെയൊക്കെ അല്ലാഹു സാലിഹാക്കി എന്ന് മാത്രമല്ല, അത്യുത്കൃഷ്ട വ്യക്തികളാണ്. ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തികളാണ് ആര്? അമ്പിയാക്കൾ, നബിമാരാണ്. ദ്വാരക്കേണ്ടതുപോലെ ദ്വാരുന്ന അങ്ങനെയാണ്. ചിലപ്പോൾ കിട്ടാൻ ഇച്ചിരി വൈകിട്ടായിരിക്കും, പക്ഷെ കിട്ടുന്ന മുതല് ഓക്കെ ആയിരിക്കും. നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഹത്തമോദി ദുആ ചെയ്യുന്ന, നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന സ്വാലിഹായ മകനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനാണ് നമ്മൾ ശംസുൽ ഹുദയുടെ തീരത്തേക്ക് മക്കളെ പറഞ്ഞു വിടുന്നത്. അതിനാണ് നമ്മൾ ഈ ദീനീ സ്ഥാപനങ്ങളെ നമ്മൾ സഹായിക്കുന്നത്. കാരണം ഈ മക്കള് നാളെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകും. അതിനുവേണ്ടി മാത്രം. رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة أنت ولي في الدنيا والآخرة توفني مسلما توفني مسلما وألحقني بالصالحين. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ അവസാന കാലഘട്ടത്തിൽ പടച്ചറപ്പിനോട് നിരന്തരമായി തേടിക്കൊണ്ടിരുന്ന പ്രാർത്ഥന വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരനുയായി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അയ്യു ഖിസ്സത്തിൻ അജബു ഖസസിൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആനിലെ അത്ഭുതകരമാകുന്ന ചരിത്രം ഏതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ, ഖിസ്സത്തു യൂസുഫ, അത് യൂസുഫ് നബിയുടെ ചരിത്രമാണ്. ചരിത്രമാണ്. അത് പഠിക്കാതെ പോകരുതേ, അത് മനസ്സിലാക്കാതെ പോകരുതേ. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വ്യക്തമായി പഠിപ്പിച്ചതാകുന്ന സൂറത്ത് യൂസുഫിന്റെ അവസാന താളുകൾ പരിശോധിക്കണേ മുസ്ലിമേ. വ്യക്തമായി ഈ ആയത്ത് കാണാൻ സാധിക്കുന്നതാ. യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ അവസാന കാലഘട്ടത്തിൽ റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, രാജാതിരാജനെ പോലെ രാജാധികാരം നൽകി, പ്രധാനമന്ത്രി പദവി നൽകി എന്നെ നീ അനുഗ്രഹിച്ചല്ലോ അല്ലാഹ്. ഈജിപ്തിൻ്റെതാകുന്ന വലിയ മന്ത്രിസ്ഥാനം എന്റെ കൈകളിലേക്ക് നീ നൽകി അല്ലാഹ്. വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ്, എനിക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കൃത്യമായി പഠിപ്പിച്ചു നൽകി അല്ലാഹ്. അതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കൈവശം വന്നിട്ടുണ്ട് അല്ലാഹ്.
ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻ പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിച്ച പടച്ച റബ്ബേ, അൻത വലി ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എനിക്കുള്ള സഹായി അല്ലാഹ്. എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഈ അധികാരം നിലനിർത്തണമെന്നല്ല, ഈ സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ച് നൽകിയ പടച്ച റബ്ബേ ഈ അറിവ് നിലനിർത്തണമെന്നല്ല, മറിച്ച് എന്നോട് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യം, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കുകയും ചെയ്യണേ അല്ലാഹ്. ഈ പാവപ്പെട്ട യൂസുഫ് എന്നെങ്കിലും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ എന്നെ കൊണ്ടുപോകുന്നത് ഖബറിലേക്കാണ്. ആ ഖബർ എനിക്ക് സന്തോഷകരമാകണം, അതിനുശേഷമുള്ള മഹ്ശറ അവിടെ എനിക്ക് ആനന്ദ തുന്തിലമാകണം, അവിടുന്ന് എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കണം. അവിടെ എന്റെ കൂട്ടുകാരാകുന്ന ആദമുണ്ട്, അവിടെ എന്റെ പിതാക്കളാകുന്ന മഹാന്മാരാകുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമുണ്ട്, അവരുടെ പിതാവാകുന്ന ഇസ്ഹാഖുണ്ട്, അവരുടെ പിതാവാകുന്ന ഇബ്രാഹിമുണ്ട്, സർവ്വ അമ്പിയാക്കളുടെ നേതൃത്വമാകുന്ന ഹബീബായ മുഹമ്മദ് നബി തങ്ങളുണ്ട്. അവരെല്ലാം സ്വാലിഹീങ്ങളാണ്, അവരോടൊപ്പം എന്നെ കൂടി ചേർക്കണേ അല്ലാഹ്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അവസാന നാളുകളിൽ പോലും യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് എന്നെ സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാഹ്. ഏത് യൂസുഫ്? ഈ യൂസുഫ് നബി സാലിഹാണെന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും ചോദിക്കുകയാണ്, എന്നെ അവസാനം ആരുടെ കൂടെ ചേർക്കാവുള്ളൂ? സാലിഹീങ്ങളോടൊപ്പം ചേർക്കാവുള്ളൂ, കാരണം അതിലാണ് കാര്യമിരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചുരുക്കത്തിൽ സാലിഹാകാൻ നിസ്സാര കാര്യമല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക അസ്സാലിഹീൻ. അല്ലാഹുവേ, എനിക്കും എന്റെ പൂർവ്വസൂരികൾക്കും നീ നൽകിയിരിക്കുന്ന വർണ്ണമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തീർന്നില്ല, എന്നെ നീ നിന്റെ സച്ചരിതരാകുന്ന സ്വാലിഹീങ്ങളിൽ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. وأدخلني برحمتك في عبادك الصالحين. സാലിഹീങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാഹ്. ആര് ദുആ ചെയ്തു? സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാം. ലോക അടക്കി ഭരിച്ച പ്രവാചകനാണ്, എന്നിട്ടും ദുആ എന്താ? സാലിഹാ. അതാണ് നിസ്സാര കാര്യമല്ല. എന്ത് സാലിഹാവുക നിസ്സാര കാര്യമല്ല. അതിനുവേണ്ടി എന്ത് വേണം? നല്ല സുഹൃതം ചെയ്യണം. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് بعبادة ربه أحدا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനെ ഒന്ന് കൺകുളിർക്കാൻ കാരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഈ ദുനിയാവിൽ ഏതെല്ലാം സുന്ദരമാകുന്ന കാഴ്ചകൾ നിന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയതാണ്. ഈ ഭൂമിയിലെ ഹരിതാവം മുഴുവനും നീ കണ്ടില്ലേ? ഇവിടെ എത്രയോ പാർക്കുകൾ നീ കണ്ടവനാണ്, എത്രയോ മാളുകൾ കണ്ടവനാണ്, എത്രയോ സൗന്ദര്യ
സ്വരൂപമുള്ള സ്ത്രീകളെ കണ്ടവനാണ്, എത്രയോ ഹറാമാകുന്ന കാഴ്ചകൾ വീഴ്ചകൾ നീ കണ്ടവനാണ്. പക്ഷെ ഇതൊന്നുമല്ല കാഴ്ച എന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ നീ കണ്ടതാകുന്ന ഒരു സൗന്ദര്യവും അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കിയിട്ടൊന്നുമല്ല. കാരണം ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചതാകുന്ന പടച്ചറപ്പാണ് ഏറ്റവും സൗന്ദര്യവാൻ. ആ അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ ജീവിതത്തിൽ സുകൃതം ചെയ്യണേ, ജീവിതത്തിൽ സുകൃതം അനുഷ്ഠിക്കണേ.